C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അയാൾ ആ കൊടുത്ത ഫയലിൽ എന്താണെന്ന് നമുക്കറിയണം. എന്നാ പിന്നെ നേരെ എസ്കേടെ മുറി പോയി നോക്കാം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അവസരം വരട്ടെ, നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ അറിയാതെ ഒരു കാര്യവും ഈ അമരാവതിയിൽ നടക്കാൻ പാടില്ല. അത് എസ്കേയുടെ കാര്യത്തിലായാലും ജ്യോതിയുടെ കാര്യത്തിലായാലും. നിങ്ങളൊരു നല്ല മനുഷ്യനാ ഹിറ്റ്ലറെ. നിങ്ങളെ പോലെയുള്ള നല്ല മനസ്സുള്ള മനുഷ്യർ ഈ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഓഹോ, അതിപ്പോഴാണോ തോന്നിയത്? നേരത്തെ തോന്നിയതൊക്കെയാ, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിലും പറഞ്ഞിട്ടെന്തിനാ? ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. വലിയ ഗമയല്ലേ? ഇനിയിപ്പൊ ഇതും കൂടി പറഞ്ഞിട്ട് ആ ഗമ കൂടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ പറയാതിരുന്നെ. പിന്നെ ഇപ്പൊ എന്തിനാ പറഞ്ഞത്? ഓ, അതെന്റെ തെറ്റ്, സമ്മതിച്ചു. ഇനി പറയത്തില്ല, പോരെ? നീയും അത്ര മോശക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് മണ്ടത്തരങ്ങളും എടുത്തിയാട്ടങ്ങളും ഒഴിച്ചാൽ കുറച്ചൊക്കെ നന്മ നിന്റെ ഉള്ളിലുമുണ്ട്. അതെനിക്കറിയാം. ഓഹോ, എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? ഇപ്പൊ തന്നെ അമരാവതിയുടെ നെറുകയിലെ ലൈറ്റായിട്ടല്ലേ അമ്മ നിന്നെ കൊണ്ടു നടക്കുന്നത്. ഇനി ഇതും കൂടി കേട്ടിട്ട് നിന്റെ തല പോയി ആകാശത്തെങ്ങാനും മുട്ടിയാലോ എന്ന് കരുതിയാ പറയാതിരുന്നത്. അത് ശരി. എന്നിട്ട് ഇപ്പൊ എന്തിനാ പറഞ്ഞ? ഇനിയിപ്പോ നമ്മൾ പിരിയാൻ പോവല്ലേ, പറയുന്നതിൽ തെറ്റില്ലാന്ന് തോന്നി. നീ എന്താ ചിരിച്ചത്? ഒരു കഥയോർത്ത് ചിരിച്ചു പോയതാ. എന്ത് കഥ? മഴവില്ല് കാണാൻ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥ. ഓഹോ, ഇത് നിന്റെ കഥയോ അതോ വല്ലവരുടെയും കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ കഥയോ? കുറച്ച് ആത്മകഥാംശം കൂടി ഉണ്ടെന്ന് വെച്ചോ. ആട്ടെ, എന്താ കഥ? ആകാശത്തെ മഴവില്ല് കാണാൻ വേണ്ടി എന്നും കുന്നു കയറിയിരുന്ന ഒരു പെൺകുട്ടി. ഒരു കുന്നിന് മുകളിൽ കയറി നിന്ന് മഴവില്ല് കാണണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എല്ലാ ദിവസവും അവൾ കുന്നു കയറാൻ ശ്രമിക്കും. പക്ഷേ ഉരുളൻ കല്ലുകളിൽ ചവിട്ടിത്തെറ്റി അവൾ താഴേക്ക് ഉരുണ്ട് വീഴും. അങ്ങനെ ഒരു ദിവസം വളരെ കഷ്ടപ്പെട്ട് അവൾ കുന്നിന്റെ മുകളിലെത്തി. കുന്നിന് മുകളിൽ നിന്ന് അവൾ ഉറക്കെ വിളിച്ചു, മഴവില്ലേ വാ, മഴവില്ലേ വാന്നു. എന്നിട്ട് മഴവില്ല് വന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.